പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിന് ശേഷമുണ്ടായ ആക്രമണങ്ങളിൽ ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായി എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുവെന്നും ആക്ഷേപം. അക്രമത്തിൽ ഇന്ന് 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഘർഷം ആസൂത്രിതമെന്നാണ് ED റിപ്പോർട്ട്. തലസ്ഥാനത്തെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചി ഓഫീസിന് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം CMRL സാമ്പത്തിക ഇടപാടിൽ വീണ ടിയുടെ മൊഴി ED വിശ്വാസത്തിലെടുത്തിട്ടില്ല. വീണയുടെ ആസ്തിവകകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. UDF നേതാക്കളിലേക്കും അന്വേഷണം നീളുമെന്നറിയുന്നു. S ശരണും ഹരിമോഹനുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദ്യം ശരണിലേക്ക്. ശരൺ, കൊച്ചിയിൽ വീണ്ടും സുരക്ഷ വർദ്ധിപ്പിച്ചു എന്ന് കേട്ടു EDയുടെ. ഒപ്പം തന്നെ ED ഇന്നലെ പുറത്തിറക്കിയ പ്രസ് റിലീസുണ്ട്. അതിൽ അന്വേഷണം ഇനിയും തുടരുമെന്നാണ്. കോഴ വാങ്ങിയ നേതാക്കളിലേക്കും അന്വേഷണം നീളുമെന്ന സൂചനയാണോ ED നൽകുന്നത്? ശരൺ. അരുൺകുമാർ, അത്തരത്തിലുള്ള സൂചന തന്നെയാണ് ED നൽകുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ, അതായത് വാടക വീട്ടിൽ നടത്തിയ പരിശോധന നമ്മൾ കണ്ടിരുന്നതാണ്. അതിന് പിന്നാലെ ഉദ്യോഗസ്ഥർ മടങ്ങുമ്പോഴാണ് കടുത്ത ആക്രമണം, വലിയ രീതിയിലുള്ള ആക്രമണം അവർ നേരിട്ടത്. അതിന് പിന്നാലെ ഇപ്പോൾ കൊച്ചി സോണൽ ഓഫീസിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വശത്ത് നമുക്ക് CSF ഉദ്യോഗസ്ഥരെ കാണാൻ കഴിയുന്നുണ്ട്. CSF ഉദ്യോഗസ്ഥർ നേരത്തെ മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. മറുവശത്ത് വലിയ തോതിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. അതായത് ഒരേ സമയം 25 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണം കൂടിയാണ് ഇവിടെ നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 2 SIമാരുടെ നേതൃത്വത്തിലാണ് ഈ സുരക്ഷ ഒരുക്കുന്നതെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ കഴിയും ബാരിക്കേഡുകൾ. ഇത് EDയുടെ ഓഫീസിന് മുന്നിലായിട്ട് ബാരിക്കേഡുകൾ ഈ വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ആർക്കും പെട്ടെന്ന് ED ഓഫീസിലേക്ക് ഓടിക്കയറാനോ അല്ലെങ്കിൽ ED ഓഫീസിലേക്ക് പ്രതിഷേധിച്ചുകൊണ്ട് കയറാൻ കഴിയാത്ത വിധത്തിലാണ് ഇവിടെ ബാരിക്കേഡുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ED ഓഫീസിലേക്കുള്ള മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഈ എൻട്രൻസ് വഴിയാണ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ വാഹനത്തിൽ ഉള്ളിലേക്ക് പോകാറുള്ളത്. ഇവിടെയാണ് CSFന്റെ സാന്നിധ്യം നേരത്തെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ വഴി മാത്രം, അതായത് ഇതിന്റെ മുന്നിലുള്ള ഈ ഒരു വഴി മാത്രം തുറന്നിട്ടുകൊണ്ട് മറ്റ് ഇടങ്ങളിലൊക്കെ ബാരിക്കേഡുകൾ വച്ച് കൃത്യമായി തന്നെ സുരക്ഷ ഒരുക്കുകയാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇവിടേക്ക് നേരിട്ടെത്തിയിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയിരുന്നു. അദ്ദേഹം പറയുന്നത് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഈ ക്രമീകരണങ്ങളൊക്കെ തന്നെ തുടരുമെന്നുള്ളതാണ്. ഇന്നലെ രാത്രി മുതൽ ഈ സാഹചര്യമാണ് കൊച്ചി സോണൽ ഓഫീസിന് മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഉള്ളതാണ്. എന്തായാലും ഇന്നിപ്പോൾ ED ഓഫീസ് പ്രവർത്തിക്കുന്നില്ല. ഇന്ന് അവധി ദിവസമാണ്. എങ്കിൽ പോലും വലിയ രീതിയിൽ തന്നെ ജാഗ്രത പോലീസിന്റെ ഭാഗത്ത് തിരിച്ചു വരാം. മറ്റൊരു ചോദ്യവുമായി ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് കമ്മീഷണറുടെ പ്രതികരണമുണ്ട്. നമുക്കൊന്ന് കേട്ടുവരാം. അല്ല, നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഇന്നലെ തൊട്ട് നമുക്ക് ചെയ്തിട്ടുള്ളത് അത്രേ ഉള്ളൂ. ഇന്നലത്തെ ആ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണോ ഈ വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്? അല്ല, നേരത്തെ നമുക്ക് അങ്ങനെ നടന്നപ്പോൾ തന്നെ ഇന്നലെ രാവിലെ തൊട്ട് നമുക്കിവിടെ അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നു. നമുക്കൊരു പ്രിക്കോഷനായിട്ട് ഇന്നലെ തൊട്ട് നമുക്കിവിടെ ആവശ്യം പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇത് കണ്ടിന്യൂ ആവശ്യമുള്ള സമയം വരെ ഉണ്ടാകും. ഓക്കെ, ശരി. ഇപ്പോൾ കമ്മീഷണർ കാളിരാജാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ഇന്നലെ നടന്ന അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊച്ചിയിൽ ED ഓഫീസിന് സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നാണ് ഇപ്പോൾ കാളിരാജ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പം ശരൺ തുടരുന്നുണ്ട്. ശരൺ, ഇപ്പോൾ സുരക്ഷയുടെ കാര്യത്തിൽ ഇപ്പോൾ പോലീസ് പറയുന്നത് കേട്ടു. ഇനി അറിയേണ്ടത് EDയുടെ അന്വേഷണം എങ്ങോട്ടൊക്കെ ചെന്ന് കയറും എന്നുള്ളതാണ്. ഇന്നലെ വൈകി പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രസ് റിലീസിൽ പറയുന്നത് അന്വേഷണം തുടരുമെന്നും കോഴപ്പണം കൈപ്പറ്റിയവരിലേക്കും അന്വേഷണം ചെന്നെത്തുമെന്നുമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് റിപ്പോർട്ട് അനുസരിച്ച് രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ്, ഉമ്മൻചാണ്ടി, PV, പിണറായി വിജയൻ എന്നിവരുടെയൊക്കെ പേരുകളാണ് അതിൽ കിടക്കുന്നത്. ഇവരിലേക്കൊക്കെ അന്വേഷണം വരുമെന്ന സൂചനയാണോ ഇന്നലത്തെ പ്രസ് റിലീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? ശരൺ. അരുൺകുമാർ, അവരിലേക്കൊക്കെ തന്നെ അന്വേഷണം നീളുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ED ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് തന്നെയാണ് പോകുന്നതെന്നുള്ളതാണ്. നിലവിൽ ഈ എക്സാലോജിക്ക് CMRL സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനകളാണ് EDയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ 10 ഇടങ്ങളിൽ റെയ്ഡുകൾ നടത്തിയിരുന്നത്. ഇതിൽ തന്നെ വീണ ടി ഉണ്ടായിരുന്ന മുൻ മുഖ്യമന്ത്രിയായ നിലവിലെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ചില രേഖകൾ EDക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ വീണ ടിയുടെ
നിക്ഷേപങ്ങളും ബാങ്ക് സ്ഥിര നിക്ഷേപം സംബന്ധിച്ചുള്ള രേഖകളാണ്. ഇതിന് പുറമെ തന്നെ വീണ ടിയുടെ മൊബൈൽ ഫോണും ED കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്കായിട്ട് അയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആസ്തി വകകൾ, അതായത് വീണ ടിയുടെ ആസ്തി വകകൾ കേന്ദ്രീകരിച്ച വലിയ അന്വേഷണത്തിലേക്ക് പോയിരിക്കുകയാണെന്നുള്ളതാണ് ED പറയുന്നത്. ഇതിൽ ഏതെങ്കിലും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ആസ്തി എന്തൊക്കെയാണ് സ്വത്തുക്കൾ എന്നുള്ളത് കൃത്യമായി തന്നെ പരിശോധിച്ചു വരികയാണ്. അതിൽ വ്യക്തത വരുത്തിയ ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ്. എന്തായാലും വീണ ടിയെ ചോദ്യം ചെയ്യുന്നതിന് പിന്നാലെ ഈ CM അറലിന്റെ ഡയറിയിൽ ഉണ്ടായിരുന്ന ചുരുക്കപ്പേരുകളുള്ള നേതാക്കളിലേക്കും സ്വാഭാവികമായിട്ടും അന്വേഷണം നീളും. അവരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു